നമസ്കാരം. ഇന്ന് നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ, മറവിയിലാണ്ടുപോയ ചില ദേവതകളെയും താന്ത്രിക പാരമ്പര്യങ്ങളുടെ ഒരു നിഗൂഢ ലോകത്തെയുമാണ്. യാഥാർത്ഥ്യം എന്താണ് ശരിക്കും യാഥാർത്ഥ്യം? കാശ്മീരി ശൈവമതം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിന്നെ ഈ അഭാവം അഥവാ ശൂന്യത എന്താണ് ഈ ആശയം? താന്ത്രിക ദർശനത്തിൽ ഇതിൻ്റെ സ്ഥാനമെന്താണ്? അതുപോലെ പുണ്യസ്ഥലങ്ങൾ അവയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി കിട്ടുന്നത്? ഈ ആശയങ്ങളെല്ലാം കൂടി ഖുബ്ജിക എന്ന അധികമാരും കേട്ടിട്ടില്ലാത്തൊരു ദേവിയുടെ ആരാധന സമ്പ്രദായത്തിൽ എങ്ങനെ ഒരുമിച്ചു വരുന്നു? പ്രത്യേകിച്ചും നേപ്പാളിലെ നേവാരി താന്ത്രിക പാരമ്പര്യത്തിൽ. താന്ത്രിക ഗ്രന്ഥങ്ങളിലെ സിദ്ധാന്തങ്ങളും പിന്നെ യഥാർത്ഥ ജീവിതത്തിലെ ആചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഇതിനെല്ലാം നമ്മൾ ആധാരമാക്കുന്നത് മാർക്ക് ഡൈക്കോവ്സ്കിയുടെ ഈ വിഷയങ്ങളിലുള്ള നല്ല ആഴത്തിലുള്ള പഠനങ്ങളാണ്. അപ്പോ തയ്യാറാണോ ഈ ഒരു യാത്രയ്ക്ക്? തീർച്ചയായും ഇതൊരു സാധാരണ ചർച്ചയായിരിക്കില്ല. കാരണം താന്ത്രിക ലോകത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സാധാരണ ചിന്തകളെ, ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന പലതും കാണാം. അതെ, ഇത് വെറുമൊരു വിവരണം എന്നതിനേക്കാൾ യാഥാർത്ഥ്യത്തെ കാണാനൊരു വ്യത്യസ്തമായ കണ്ണട നൽകാനുള്ള ശ്രമം കൂടിയാണ്. ശരി. അപ്പൊ നമുക്ക് കാശ്മീരി ശൈവമതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണയായി അദ്വൈത വേദാന്തവുമായി ഇതിനെ താരതമ്യം ചെയ്യാറുണ്ടല്ലോ. അദ്വൈതം ഈ കാണുന്ന ലോകത്തെ ഒരു തരം മിഥ്യയായിട്ടല്ലേ കാണുന്നത്? പക്ഷേ കാശ്മീരി ശൈവമതം അങ്ങനെയല്ല, അല്ലേ? ലോകത്തെ യാഥാർത്ഥ്യമായി തന്നെ അംഗീകരിക്കുന്നു. അതെ അതെ, യാഥാർത്ഥ്യമായിട്ട്. അതും വെറുമൊരു യാഥാർത്ഥ്യമല്ല. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ഒന്നായിട്ടാണ് ശൈവമതം ലോകത്തെ കാണുന്നത്. അദ്വൈത വേദാന്തം പോലെ ഒരു പരമമായ യാഥാർത്ഥ്യം, ബ്രഹ്മമുണ്ടെന്നു പറയുമ്പോഴും ശൈവമതം ഈ ലോകത്തെ മായയോ മിഥ്യയോ ആയിട്ടങ്ങോട്ട് തള്ളിക്കളയുന്നില്ല. ഇവിടെ യാഥാർത്ഥ്യമെന്നത് എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സ്പന്ദിക്കുന്ന, ഒഴുകുന്ന യാഥാർത്ഥ്യം. അതെ, ബോധം, അതായത് കോൺഷ്യസ്നസ്, അതെപ്പോഴും ഊർജ്ജസ്വലമാണ്. ഇതിനെയാണ് സ്പന്ദ സിദ്ധാന്തം എന്ന് പറയുന്നത്. കാര്യങ്ങളെല്ലാം ഒരു നിരന്തരമായ ഒഴുക്കിലാണ്, ഒരു ക്രമത്തിലാണ് നടക്കുന്നത്. അതാണ് ഈ ക്രമസമ്പ്രദായം സൂചിപ്പിക്കുന്നത്. ഇത് അദ്വൈതത്തിലെ ആ നിശ്ചലമായ, ഒരു മാറ്റവുമില്ലാത്ത ബ്രഹ്മം എന്ന ആശയത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ഓക്കെ. അപ്പോൾ ഈ ചലനാത്മകതയുടെ അടിസ്ഥാനം എന്താണ്? ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധം അതിവിടെ എങ്ങനെയാണ് വരുന്നത്? സോമാനന്ദൻ, ഉൽപ്പലദേവൻ, ഈ ആചാര്യന്മാരൊക്കെ ഇതിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? സിദ്ധ്യമായ ബന്ധമാണ്. ശിവൻ എന്നത് ശുദ്ധമായ ബോധം, ശക്തി എന്നത് ആ ബോധത്തിന് പ്രകടമാകാനുള്ള ഊർജം, ഒരു പുരുഷപ്രകൃതി തത്വങ്ങൾ പോലെ. ഇവ രണ്ടും ശരിക്കും പറഞ്ഞാൽ വേറെ പിരിയാനാവാത്തതാണ്. ഈ കാണുന്ന ലോകം, പ്രപഞ്ചം, ഇതെല്ലാം ശിവന്റെയും ശക്തിയുടെയും ഒരു ലീലയാണ്, ഒരു നൃത്തം പോലെ. സോമാനന്ദനും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഉത്പലദേവനുമൊക്കെയാണ് ഈ ആശയങ്ങൾക്ക് നല്ലൊരു ദാർശനികമായ അടിത്തറ കൊടുത്തത്. ബോധം വെറുതെ നിശ്ചലമായി ഇരിക്കുകയല്ല, മറിച്ചത് സ്വയം വികസിച്ച് ഈ പ്രപഞ്ചമായും നമ്മുടെ എല്ലാം അനുഭവങ്ങളായും മാറുകയാണ്. അതാണ് പ്രത്യഭിജ്ഞാ ദർശനം. വളരെ രസകരമായിരിക്കുന്നു. അപ്പോൾ ഈ നിരന്തരമായ ചരണം, ഈ ഊർജപ്രവാഹം, ഇതിനിടയിൽ അഭാവം അഥവാ ശൂന്യത, നോൺ ബീയിങ് എന്ന ആശയത്തിന് എങ്ങനെയാണ് പ്രസക്തി വരുന്നത്? പ്രത്യേകിച്ചും ഈ കുബ്ജിക, കാളികുല ക്രമപാരമ്പര്യങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒറ്റനോട്ടത്തിൽ ഈ ശൂന്യത അത് ഈ ചലനാത്മകതയ്ക്ക് നേരെ വിപരീതമായി തോന്നാമല്ലോ. അതെ, അവിടെയാണ് താന്ത്രിക ദർശനങ്ങളുടെ ഒരു പ്രത്യേകത. അഭാവം അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായി കരുതുന്നതെന്താ? ഒന്നുമില്ലായ്മ, അല്ലേ? എന്നാൽ കാശ്മീരി ശൈവമതത്തില്, പ്രത്യേകിച്ച് ഈ കാളികുല, കുബ്ജിക സമ്പ്രദായങ്ങളിലെ അഭാവം എന്നത് അത് വെറും ശൂന്യതയല്ല, മറിച്ച് എല്ലാ സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്, പ്രകടമാകുന്നതിന് മുൻപുള്ള അവസ്ഥ. ഒരു അനന്തമായ ഒരു ഗർഭപാത്രം പോലെ സങ്കൽപ്പിക്കാം. കാളി ഭൈരവിയുടെ രൂപത്തില് ഈ ഇല്ലായ്മയിലാണ് കുടികൊള്ളുന്നത് എന്ന് കാളികുല ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഈ അഭാവത്തിലൂടെയാണ് ദൈവികമായ ഊർജം പ്രവഹിക്കുന്നത്. ഈ ശൂന്യതയെ ധ്യാനിക്കുന്നത് അത് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ, ആ പരമമായ ബോധത്തെ തിരിച്ചറിയാൻ സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു.
അഭിനവഗുപ്തനെ പോലുള്ള വലിയ പണ്ഡിതന്മാർ പോലും ഈ ഇല്ലായ്മയെ ബോധത്തിന്റെ തന്നെയൊരു ഭാവമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉറവിടം, അതാണല്ലേ പ്രധാന ആശയം. ശ്രോതാവിനോട് ഈ ഇല്ലായ്മയെ ഒരു സാധ്യതയെ കാണുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, ഈ ചലനാത്മക യാഥാർത്ഥ്യവും ശൂന്യതയും എന്ന ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശക്തികളൊക്കെ ഭൂമിയിൽ എങ്ങനെയാണ് കേന്ദ്രീകരിക്കപ്പെടുന്നതെന്ന് നോക്കാം. നമുക്ക് പുണ്യസ്ഥലങ്ങളുടെ ലോകത്തിലേക്ക് കടക്കാം. വേദകാലത്തെ ആ നാടോടികളുടെ ആരാധനാരീതികളിൽ നിന്നും മാറി സ്ഥിരതാമസമാക്കിയപ്പോൾ പുണ്യസ്ഥലങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വേദകാലത്തെ ആര്യന്മാർ അവര് പ്രധാനമായും നാടോടികളായിരുന്നല്ലോ. അപ്പോ അവർക്ക് സ്ഥിരമായ ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ യാഗശാലകളിലായിരുന്നു. ദിശകൾക്ക് പ്രാധാന്യം നൽകി ദേവതകളെ ആരാധിച്ചു. എന്നാൽ പിന്നീട് കൃഷിയൊക്കെ വ്യാപകമായി സ്ഥിരതാമസം തുടങ്ങിയതോടെ ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് ഒരു പ്രാധാന്യം വന്നു. ഒരു നദീതീരമാകാം, ഒരു മലയാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക മരം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവിക വെളിപാട്, തിയോഫണി നടന്നുവെന്ന് വിശ്വസിക്കുന്ന സ്ഥലം. ഇവയെല്ലാം പുണ്യസ്ഥലങ്ങളായി, അതായത് തീർത്ഥങ്ങളായി മാറി. ഈ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര തീർത്ഥാടനവുമായി. ഈ സ്ഥലങ്ങൾക്ക് വെറുമൊരു ഭൗതിക പ്രാധാന്യം മാത്രമല്ല, ഒരു ആത്മീയമായ ഊർജം കൂടിയുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു തുടങ്ങി. സ്ഥലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കുണ്ട് എന്നത് ശരിയാണ്. ഓസ്ട്രേലിയൻ ആദിവാസികളുടെ ആ ഡ്രീം ടൈം പാതകൾ മുതൽ പഴയ നഗരങ്ങളുടെ നിർമ്മിതിയിൽ വരെ ഇത് കാണാം. താന്ത്രിക പാരമ്പര്യത്തിലെ പുണ്യസ്ഥലങ്ങളുടെ ശൃംഖല അതെങ്ങനെയാണ് വികസിച്ചത്? പ്രത്യേകിച്ചും ഈ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രാധാന്യം കുറയുകയോ ചെയ്ത സാഹചര്യങ്ങളിൽ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ഥലങ്ങൾ നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ സ്വത്വത്തെ, ബന്ധങ്ങളെയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. താന്ത്രിക പാരമ്പര്യത്തിൽ പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങളൊക്കെ കാരണം വലിയ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞപ്പോൾ താന്ത്രികർ എന്തു ചെയ്തു? അവർ പ്രാദേശികമായി നിലനിന്നിരുന്ന ആരാധനാ കേന്ദ്രങ്ങളെയും വീടുകളിലെ പൂജാ സമ്പ്രദായങ്ങളെയുമൊക്കെ ഒരുമിപ്പിച്ചു. അങ്ങനെ ഒരു വിപുലമായ പുണ്യസ്ഥല ശൃംഖല, ഒരു സേക്രഡ് ജോഗ്രഫി രൂപപ്പെടുത്തി. പീഠങ്ങൾ, ഉപപീഠങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ പല തട്ടുകളുള്ള ഒരു ശൃംഖല. ഈ സ്ഥലങ്ങൾ താന്ത്രിക ദേവതകളുടെ ശക്തികേന്ദ്രങ്ങളായി മാറി. ഭാരതം മുഴുവൻ വ്യാപിച്ചുകിടക്കുന്ന ഒരു നെറ്റ്വർക്ക് തന്നെയായിരുന്നു അത്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ദേവതയും ശക്തിയുമൊക്കെ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടു. ഈ ബാഹ്യമായ പുണ്യസ്ഥലങ്ങളുടെ ശൃംഖലയെ സാധകന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ടല്ലോ, ആന്തരികവൽക്കരണം അഥവാ ഇന്റീരിയറൈസേഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ? പുറത്തുള്ള ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ശരീരത്തിനകത്ത് പുനഃസൃഷ്ടിക്കുന്നത്? അത് താന്ത്രിക സാധനയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം എല്ലാ പുണ്യസ്ഥലങ്ങളിലും നേരിട്ട് തീർത്ഥാടനം നടത്തുക എന്നത് അതൊരുപക്ഷെ പ്രായോഗികമായിരിക്കില്ല. അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളുടെ യഥാർത്ഥ പ്രാധാന്യം ആന്തരികമാണെന്നവർ തിരിച്ചറിഞ്ഞിരിക്കാം. അപ്പോൾ സാധകർ എന്തു ചെയ്യും? ഈ ബാഹ്യമായ ഭൂമിശാസ്ത്രത്തെ തങ്ങളുടെ ശരീരത്തിൽ തന്നെ സങ്കല്പിക്കാൻ തുടങ്ങി. ശരീരത്തിലെ പല ഭാഗങ്ങളെ, ഉദാഹരണത്തിന് മുഖത്തെ വിവിധ സ്ഥാനങ്ങൾ, കൈകാലുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളായ ചക്രങ്ങൾ, ഇവയൊക്കെ ഓരോ പുണ്യസ്ഥലങ്ങളായി സങ്കല്പിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുബ്ജിക തന്ത്രങ്ങളിൽ ദേവി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് സ്ഥാപിച്ച പുണ്യസ്ഥലങ്ങളുണ്ട്. അതിനെ സാധകൻ തന്റെ മുഖത്ത് തന്നെ ഭാവന ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ നിശീസം ചാരതന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളിൽ 50 പുണ്യസ്ഥലങ്ങളെ ഒരു താമരയുടെ ഇതളുകളായിട്ട് ശരീരത്തിൽ സങ്കല്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിലൂടെ ശരിക്കും ബാഹ്യലോകവും സാധകന്റെ ആന്തരിക ലോകവും തമ്മിലുള്ള ആ വേർതിരിവ് ഇല്ലാതാവുകയാണല്ലേ? തീർത്ഥാടനമെന്നത് പുറത്തേക്കുള്ളൊരു യാത്ര എന്നതിനപ്പുറം അത് ഉള്ളിലേക്കുള്ളൊരു യാത്ര കൂടിയായി മാറുന്നു. ശരി, ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കുബ്ജിക എന്ന ദേവിയൊന്ന് പരിചയപ്പെടാം. ഇന്ന് അധികമാരും അറിയാത്ത, എന്നാൽ ഒരു കാലത്ത് പ്രത്യേകിച്ച് നേപ്പാളിലെ നേവാരികൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ദേവതയായിരുന്നു എന്ന് പറഞ്ഞു. ഈ ദേവിയുടെ പ്രകൃതം അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് കേൾക്കുന്നു. എന്തുകൊണ്ടാണത്? കുബ്ജിരിയുടെ സ്വത്വം അത് വളരെ സങ്കീർണമാണ്. ഒറ്റവാക്കിൽ ഒതുക്കാൻ കുറച്ച് പ്രയാസമാണ്. താങ്കൾ പറഞ്ഞ പോലെ വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ
അവൾ അതീവ ശക്തിയുള്ള ലൈംഗിക ഊർജത്തിന്റെ പ്രതീകമാണ്. ശുക്ര, അതായത് സ്ത്രീബീജം, കാമേശ്വരി, കാമത്തിന്റെ അധിപ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദേവിയുടെ മണ്ഡലം തന്നെ ഒരു ത്രികോണാകൃതിയിലുള്ള യോനിയാണ്. വക്ര, വളഞ്ഞവൾ, കുബ്ജിക, കൂണുള്ളവൾ അല്ലെങ്കിൽ വളഞ്ഞവൾ. ഈ പേരുകൾക്കൊക്കെ ഈ യോനിരൂപവുമായോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഒരു വക്രഗതിയുമായോ ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ മറുവശത്ത് അവൾക്ക് ലിംഗഭേദമില്ലാത്ത ഒരു നപുംസകഭാവവുമുണ്ട്. ഇത് ഒരുപക്ഷേ സൃഷ്ടിയുടെ ആത്യന്തികമായ ഉറവിടം ഈ സ്ത്രീ-പുരുഷൻ എന്ന ദ്വന്ദ്വത്തിനും അതീതമാണ് എന്ന തത്വത്തെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. ദേവിയുടെ രൂപവും വളരെ സങ്കീർണമാണെന്ന് പറയുന്നു. 6 മുഖങ്ങൾ, 12 കൈകൾ, പിന്നെ ഭീകരമായ ആയുധങ്ങൾ. ഇതൊക്കെ വെറും ഭാവനയാണോ, അതോ ഓരോന്നിനും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടോ? താന്ത്രിക ചിഹ്നങ്ങളെ നമുക്ക് വെറും ഭാവനയായി കാണാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ട്. കുബ്ജികയുടെ 6 മുഖങ്ങൾ അത് 6 ദിശകളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഷഡാംനായങ്ങൾ എന്നറിയപ്പെടുന്ന 6 പ്രധാന താന്ത്രിക പാരമ്പര്യങ്ങളെയാകാം. 12 കൈകളിലാണെങ്കിലോ വാൾ, പരിച, അമ്പും വില്ലും, പാശം, അങ്കുശം, അങ്ങനെ പലതരം ആയുധങ്ങൾ. അതോടൊപ്പം താമര, പുസ്തകം, അക്ഷമാല തുടങ്ങിയ ജ്ഞാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ചിഹ്നങ്ങളും കാണാം. അപ്പൊ ഈ രൂപം അത് ദേവിയുടെ സർവശക്തിയെ, സൃഷ്ടിസ്ഥിതി സംഹാരശേഷികളെ, അറിവ് നൽകാനുള്ള കഴിവിനെയെല്ലാം സൂചിപ്പിക്കുന്നു. ഇത് വെറുമൊരു ശാരീരിക രൂപം എന്നതിലുപരി പ്രപഞ്ചത്തിന്റെ വിവിധ തത്വങ്ങളെയും ശക്തികളെയും ഒന്നിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ഭൂപടം കൂടിയാണ്. ഈ പ്രതീകാത്മകത മണ്ഡലങ്ങളിലും കാണാമല്ലോ. കുബ്ജികയുടെ ആ ത്രികോണാകൃതിയിലുള്ള മണ്ഡലം, അതിലെ പ്രധാന പീഠങ്ങളായ ഉഡ്ഡിയാനം, ജാലന്ധരം, പൂർണ്ണഗിരി, കാമരൂപം, ഇവയൊക്കെ താന്ത്രിക ഭൂമിശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഈ പീഠങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? പിന്നെ ഈ ഉഡ്യാനത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടെന്നും കേട്ടു. എന്താണത്? അതെ, കുബ്ജികയുടെ മണ്ഡലം, ആ ത്രികോണാകൃതിയിലുള്ള യോനി, അത് സാധനയുടെ ഒരു കേന്ദ്രബിന്ദുവാണ്. ഈ മണ്ഡലത്തിന്റെ 4 കോണുകളിലും പിന്നെ മധ്യത്തിലുമായി 4 മഹാപീഠങ്ങൾ സങ്കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഉഡ്യാനം, ജാലന്ധരം, പൂർണ്ണഗിരി, കാമരൂപം, ഈ 4 പീഠങ്ങൾ. ഇത് മിക്കവാറും എല്ലാ പ്രധാന താന്ത്രിക പാരമ്പര്യങ്ങളിലും, ശാക്തേയത്തിൽ, ശൈവത്തിൽ, എന്തിന് ബുദ്ധമതത്തിലെ വജ്രയാനത്തിൽ പോലും അടിസ്ഥാനപരമായി കണക്കാക്കുന്നവയാണ്. ഇവ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളാണ്. പക്ഷെ മണ്ഡലത്തിൽ അവ പ്രതീകാത്മക സ്ഥാനങ്ങളാണ്. ഉഡ്യാനത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചില താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇത് മണ്ഡലത്തിന്റെ മധ്യത്തിൽ, അതായത് യോനിയുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അതീന്ദ്രിയമായ സ്ഥലമായിട്ടാണ് പറയുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇത് ഇന്നത്തെ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയായിരിക്കാം എന്ന് കരുതുന്നവരുമുണ്ട്. ഓക്കെ, ഈ മണ്ഡലം വെറുമൊരു ജ്യാമിതീയ രൂപമോ സ്ഥലസൂചികയോ മാത്രമല്ല, അത് അക്ഷരങ്ങളുടെ ഊർജത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കേൾക്കുന്നു. മേരു പ്രസ്ഥാരം, ശബ്ദരാശി, മാലിനി, ഇതൊക്കെ എന്താണ്? അതെ, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമാകുന്നത്. താന്ത്രിക പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കുബ്ജിക സമ്പ്രദായത്തിൽ, അക്ഷരങ്ങൾക്ക്, അതായത് സംസ്കൃത അക്ഷരമാലയിലെ അക്ഷരങ്ങൾക്ക് വെറുമൊരു ശബ്ദമൂല്യം മാത്രമല്ല ഉള്ളത്, അവയ്ക്ക് ദൈവികമായ ഊർജമുണ്ട്. ഈ മണ്ഡലം എന്ന് പറയുന്നത് ആ അക്ഷരങ്ങളുടെ ഊർജം കുടികൊള്ളുന്ന ഒരു പ്രപഞ്ച മാതൃകയാണ്. 50 സംസ്കൃത അക്ഷരങ്ങളെ ഒരു പ്രത്യേക ഗണിതശാസ്ത്രപരമായ രീതിയിൽ ഈ ത്രികോണാകൃതിയിലുള്ള മണ്ഡലത്തിനുള്ളിൽ വിന്യസിക്കുന്നതിനെയാണ് മേരു പ്രസ്ഥാരമെന്ന് പറയുന്നത്. ഇതിന് 2 പ്രധാന ക്രമങ്ങളുണ്ട്. ഒന്ന് ശബ്ദരാശി, അത് സാധാരണ അക്ഷരമാല ക്രമമാണ്, ആ മുതൽ ക്ഷ വരെ. ഇത് പുരുഷതത്വത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ മാലിനി, ഇത് ആ ക്രമം തെറ്റിച്ചുള്ള ഒരു പ്രത്യേക വിന്യാസമാണ്, നാ മുതൽ ഫ വരെ. ഇത് സ്ത്രീതത്വത്തെ, അതായത് ശക്തിയെ സൂചിപ്പിക്കുന്നു. ഈ ഓരോ അക്ഷരവും ഓരോ ദേവതയെയും ഒരു പുണ്യസ്ഥലത്തെയും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ ഈ 50 അക്ഷരങ്ങളിലൂടെ 50 പുണ്യസ്ഥലങ്ങളുള്ള ഒരു പ്രതീകാത്മക ഭൂമിശാസ്ത്രം സാധകന്റെ ഉള്ളിൽ രൂപപ്പെടുന്നു. അതായത് മന്ത്രങ്ങളിലെ അക്ഷരങ്ങൾക്കും പുണ്യസ്ഥലങ്ങൾക്കും ദേവതകൾക്കും എല്ലാത്തിനും തമ്മിലൊരു ആന്തരിക ബന്ധമുണ്ടെന്നാണോ? അതെ, വളരെ ശരിയാണ്. ഈ 50 പുണ്യസ്ഥലങ്ങളുള്ള പ്രതീകാത്മക ഭൂമിശാസ്ത്രം, ഇത് പിന്നീട് യോഗിനി ഹൃദയം പോലുള്ള മറ്റ് ശാക്തേയ ഗ്രന്ഥങ്ങളും ബുദ്ധതാന്ത്രികരുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന ഫലം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിലുള്ള
പുറമേയുള്ള തീർത്ഥാടനത്തിന് പ്രാധാന്യം കുറഞ്ഞു. പകരം ന്യാസം പോലുള്ള ആന്തരിക സാധനങ്ങൾക്ക് പ്രാധാന്യം കൂടി. ന്യാസം എന്നുവെച്ചാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രങ്ങൾ കൊണ്ടോ ഭാവന കൊണ്ടോ ദേവതകളെയും പുണ്യസ്ഥലങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന ക്രിയയാണ്. ഇതിലൂടെ ശരീരം തന്നെ ഒരു പ്രപഞ്ചമായി, ഒരു മണ്ഡലമായി മാറുന്നു. ശരി. താന്ത്രിക ഗ്രന്ഥങ്ങളിലെ ഈ സങ്കീർണവും ആദർശപരമായ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് യഥാർത്ഥ ലോകത്തിലേക്ക് വരാം. നേപ്പാളിലെ നേവാരി സമൂഹത്തിൽ ഈ താന്ത്രിക പാരമ്പര്യം എങ്ങനെയാണിപ്പോൾ നിലനിൽക്കുന്നത്? ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ തന്നെയാണോ അവിടുത്തെ ആചാരങ്ങൾ? ജാതി വ്യവസ്ഥയും മറ്റുമൊക്കെ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. താന്ത്രിക ഗ്രന്ഥങ്ങൾ പലപ്പോഴും ഒരു ഐഡിയൽ ലോകത്തെയാണ് വരച്ചുകാട്ടുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. സാമൂഹികവും സാംസ്കാരികവുമായ യാഥാർത്ഥ്യങ്ങൾ ഈ ആചാരങ്ങളെ തീർച്ചയായും സ്വാധീനിക്കും. നേപ്പാളിലെ നേവാരി സമൂഹത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നത് ജാതിഭേദമന്യേ എല്ലാവർക്കും ദീക്ഷ നൽകാമെന്നാണ്. പക്ഷെ നേവാരി സമൂഹത്തിലെ ആ കടുത്ത ജാതി വ്യവസ്ഥ അത് കൗളാമാർഗത്തിലേക്കുള്ള പ്രവേശനത്തെ, അതായത് കൂടുതൽ നിഗൂഢവും അനുഷ്ഠാനപരവുമായ താന്ത്രിക വഴികളിലേക്കുള്ള പ്രവേശനത്തെ നിയന്ത്രിക്കുന്നുണ്ട്. പ്രധാനമായും ഉയർന്ന ജാതിക്കാരായ രാജോപാധ്യായ ബ്രാഹ്മണർക്കും അവരുമായി ബന്ധപ്പെട്ട ചില ജാതികൾക്കുമാണ് പൂർണ്ണമായ താന്ത്രിക ദീക്ഷയൊക്കെ ലഭിക്കുന്നത്. അതുപോലെ പഴയ മല്ല രാജാക്കന്മാരും ഈ രാജോപാധ്യായ പുരോഹിതരും തമ്മിലുണ്ടായിരുന്ന ആ ശക്തമായ ബന്ധം അതവിടുത്തെ താന്ത്രിക അനുഷ്ഠാനങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നേവാരി സമൂഹത്തിൽ ദിഗുധ്യ എന്നറിയപ്പെടുന്ന ഒരു ആരാധനാരീതിയുണ്ടെന്ന് കേൾക്കുന്നു. രൂപമില്ലാത്ത കല്ലുകളിൽ തങ്ങളുടെ കുലദേവതകളെ ആരാധിക്കുക. ഇതെങ്ങനെയാണ് സംസ്കൃത പാരമ്പര്യത്തിലുള്ള താന്ത്രിക ദേവതകളുമായി ബന്ധപ്പെടുന്നത്? അതെ, അവിടെയാണ് നേവാരി താന്ത്രികതയുടെ ഒരു വലിയ രസം. ഇതൊരു സംയോജനത്തിന്റെ, സിൻക്രറ്റിസത്തിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. അവരെന്താ ചെയ്യുന്നത്? സംസ്കൃത താന്ത്രിക പാരമ്പര്യത്തിലെ ശക്തരായ ദേവതകളെ, കുബ്ജിക, ത്രിപുരസുന്ദരി അങ്ങനെയുള്ളവരെ, അവരുടെ മന്ത്രങ്ങളെ, ധ്യാനങ്ങളെ ഒക്കെ എടുക്കുന്നു. എന്നിട്ട് അതിനെ തങ്ങളുടെ തദ്ദേശീയമായ രൂപമില്ലാത്ത ദിഗുധ്യ കല്ലുകളിൽ ആവാഹിച്ചു പ്രതിഷ്ഠിക്കുന്നു. ഇതിനെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയും. അതായത് താന്ത്രികത ഒരു ഭാഗത്ത് അവരെ സംസ്കൃതവൽക്കരണത്തിലേക്ക് നയിക്കുന്നുണ്ട്, ഉയർന്ന സംസ്കാരമായി കണക്കാക്കുന്ന രീതികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ മറുഭാഗത്ത് അത് തദ്ദേശീയമായ സംസ്കൃതേതരമായ ഘടകങ്ങളെ തള്ളിക്കളയുന്നില്ല, മറിച്ച് അതിനെ ഭംഗിയായി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോ കുബ്ജികയ്ക്ക് ഈ നേവാരി പാരമ്പര്യത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഇപ്പോഴും പ്രാധാന്യമുണ്ടോ? കുബ്ജികയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഉയർന്ന ജാതിക്കാരായ നേവാരി പുരോഹിതരുടെ എല്ലാം ഈ രാജോപാധ്യായ ബ്രാഹ്മണർ, കർമാചാര്യന്മാർ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട രഹസ്യമായി ആരാധിക്കുന്ന കുലദേവതകളിൽ ഒന്നാണ് കുബ്ജിക. അതിലും പ്രധാനമായിട്ട് മിക്കവാറും എല്ലാ കൗള സമ്പ്രദായങ്ങളിലും സാധകനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രാഥമിക ക്രിയയുണ്ട്, ന്യാസം. ശരീരത്തിൽ ദേവതാശക്തിയെ സ്ഥാപിക്കുന്ന ക്രിയ. ഇതിന് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത് കുബ്ജികയുടെ മന്ത്രമാണിത്. കുബ്ജിക പാരമ്പര്യത്തിന്റെ ആ ഒരു അടിസ്ഥാനപരമായ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ. ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്: കാലക്രമേണ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത്, പൊരുത്തപ്പെടുന്നത്? പല താന്ത്രിക ഗ്രന്ഥങ്ങളിലും സന്യാസം സ്വീകരിച്ച് ലോകകാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാധന ചെയ്യുന്നവരെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നേവാരി സമൂഹത്തിൽ നമ്മൾ കാണുന്നതെന്താ? ഈ താന്ത്രിക ദീക്ഷ സ്വീകരിക്കുന്ന പുരോഹിതന്മാരു പോലും ഗൃഹസ്ഥാശ്രമികളാണ്. അവർക്ക് കുടുംബമുണ്ട്, സാധാരണ ജീവിതമുണ്ട്. അപ്പൊ ഇത് പാരമ്പര്യം കാലത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്, അല്ലേ? ശരിയാണ്. അപ്പോ ഈ സങ്കീർണമായ ആചാരങ്ങളുടെയും ദർശനങ്ങളുടെയുമെല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? നേരത്തെ നമ്മൾ അഭിനവഗുപ്തനെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ സിദ്ധികൾ, അതായത് അമാനുഷിക കഴിവുകളോ ലോകപരമായ നേട്ടങ്ങളോ നൽകിയേക്കാം, പക്ഷേ മോക്ഷം നൽകില്ല എന്നാണ്. സ്ഥലങ്ങൾക്ക് സ്വയമേവ ഒരു ദിവ്യശക്തിയില്ലെന്നും സാധകന്റെ ബോധമാണ് പ്രധാനമെന്നും അദ്ദേഹം പറയുന്നു. ഇത് കുബ്ജിക പാരമ്പര്യത്തിന്റെ കാഴ്ചപ്പാടുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അഭിനവഗുപ്തന്റെ ആ അദ്വൈത പ്രാധാന്യമുള്ള കാഴ്ചപ്പാട് അതാണ്. ആത്യന്തികമായി എല്ലാം ബോധത്തിൽ തന്നെയാണ് എന്നുള്ളത്. എന്നാൽ കുബ്ജിക തന്ത്രങ്ങൾ അവരിതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് പുണ്യസ്ഥലങ്ങൾക്ക് സ്വയം ഒരു ശക്തിയുണ്ട്, സ്ഥാനശക്തി എന്നാണ്. ഈ ശക്തിയുള്ള സ്ഥലങ്ങളിലെ തീർത്ഥാടനത്തിലൂടെയും സാധനയിലൂടെയും കേവലം ലൗകിക സിദ്ധികൾ മാത്രമല്ല,
പരമമായ മോക്ഷം, അതായത് മഹാസിദ്ധി, അത് തന്നെ നേടാനാകുമെന്നാണ് അവരുടെ വിശ്വാസം. ഓരോ പുണ്യസ്ഥലത്തിനും അതിൻ്റെതായ ദേവതയുണ്ട്, ആ ദേവതയ്ക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകാനുള്ള കഴിവുണ്ട് എന്നും അവർ കരുതുന്നു. അതായത് സ്ഥലം, സാധകൻ, ദേവത, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ മോക്ഷം അല്ലെങ്കിൽ മഹാസിദ്ധി തന്നെയാണ് ആത്യന്തിക ലക്ഷ്യം. താന്ത്രിക സാധനയുടെ ഏറ്റവും ഉയർന്നൊരു അവസ്ഥയായി ഖേചരത്വ സിദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണത്? ആകാശത്തിലൂടെ പറക്കാനുള്ള കഴിവ് എന്നൊക്കെയാണോ അതിന്റെ അർത്ഥം? ഖേചരത്വം എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നത് എന്ന അർത്ഥമെടുക്കാം. പക്ഷെ താന്ത്രിക പാരമ്പര്യത്തിൽ ഇതിന് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമാണുള്ളത്. ഇത് വെറും ഭൗതികമായ ആകാശസഞ്ചാരമല്ല, മറിച്ച് ചിദാകാശം, അതായത് ശുദ്ധമായ ബോധത്തിന്റെ ആകാശം. അതിലൂടെ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള കഴിവാണ്. ഇതൊരു തരം ജീവൻ മുക്തിയുടെ അവസ്ഥ എന്നു പറയാം. ഭൗതിക ശരീരത്തിന്റെയും സാധാരണ മനസ്സിന്റെയും പരിമിതികളെയൊക്കെ മറികടന്ന് ബോധമണ്ഡലത്തിൽ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള കഴിവ്. ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ്? ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളും പ്രാണായാമവുമൊക്കെയായി ഇതിന് ബന്ധമുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. അതായത് പൂർണ്ണചന്ദ്രനും അമാവാസ്യയും പൂർണ്ണതയും ശൂന്യതയും ഒരു താദാത്മ്യം പ്രാപിക്കുക. ഇത് ബോധത്തിന്റെ പൂർണ്ണതയെയും ശൂന്യതയെയും ഒരുപോലെ അറിയുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, പ്രാണായാമത്തിലൂടെ പ്രാണനെ നിയന്ത്രിച്ച് സുഷുമ്നാ നാഡിയിലൂടെ, അതായത് നട്ടെല്ലിന്റെ മധ്യത്തിലൂടെയുള്ള ആ ഊർജ്ജപാത, അതിലൂടെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്ന സാധന. ഇത് ഊർജ്ജത്തെയും ബോധത്തെയും ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താൻ സഹായിക്കും. അതുപോലെ കുബ്ജികാദേവിക്ക് വൃക്ഷങ്ങളുമായുള്ള ബന്ധം. ചിഞ്ചിണി, പുളിമരത്തിൽ വസിക്കുന്നവൾ എന്ന പേര് കടമ്പ് വൃക്ഷവുമായുള്ള ബന്ധം. ഇതെല്ലാം പ്രകൃതിയിലെ വളർച്ചയുടെയും ഊർജത്തിന്റെ ആരോഹണത്തിന്റെയുമൊക്കെ പ്രതീകങ്ങളാണ്. അപ്പോൾ കാശ്മീരി ശൈവമതത്തിലെ ആ ചലനാത്മക യാഥാർത്ഥ്യത്തിൽ തുടങ്ങി അഭാവം എന്ന ശൂന്യതയുടെ സാധ്യതകളെക്കുറിച്ചും പുറമേയുള്ളതും ഉള്ളിലുള്ളതുമായ പുണ്യസ്ഥലങ്ങളെക്കുറിച്ചും കുബ്ജിക എന്ന നിഗൂഢദേവിയെയും അവളുടെ സങ്കീർണമായ പ്രതീകങ്ങളെയും കുറിച്ചും നേവാരി സമൂഹത്തിൽ ഈ പാരമ്പര്യം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മളിന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചു. ഗ്രന്ഥങ്ങളിലെ ദർശനങ്ങളും ആചാരങ്ങളും സംസ്കൃത പാരമ്പര്യവും തദ്ദേശീയമായ രീതികളും ഇവയെല്ലാം എങ്ങനെയാണ് പരസ്പരം ഇടകലർന്നു പുതിയ രൂപങ്ങൾ കൈവരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. തീർച്ചയായും ഈ താന്ത്രിക പാരമ്പര്യങ്ങളുടെയെല്ലാം ഒരു പ്രധാന സവിശേഷത അതാണ്. അവ പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു. സൃഷ്ടിയും സംഹാരവും സ്ത്രീയും പുരുഷനും അതീതമായതും പ്രത്യക്ഷമായതും, ഗ്രന്ഥത്തിലെ സിദ്ധാന്തവും ജീവിതത്തിലെ പ്രയോഗവും, സംസ്കൃത പാരമ്പര്യവും പ്രാദേശിക തനിമയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു പൂർണ്ണ യാഥാർത്ഥ്യത്തെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. ശിവനും ശക്തിയും ഒന്നിക്കുന്നതുപോലെ എല്ലാ ദ്വന്ദ്ങ്ങളെയും അത് ലയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശ്രോതാവിനോട് ഈ ചർച്ചയിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. യാഥാർത്ഥ്യമെന്നത് നമ്മൾ പലപ്പോഴും കരുതുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമാണ്, ബഹുമുഖമാണ്. ഇങ്ങനെ വിരുദ്ധമെന്ന് തോന്നുന്ന ശക്തികളും ആശയങ്ങളും, ശൂന്യതയും പൂർണ്ണതയും, ഉള്ളിലുള്ളതും പുറത്തുള്ളതും, പുരാതന ഗ്രന്ഥവും ഇന്നത്തെ ആചാരവും, ഇവയെല്ലാം ഒരുമിച്ച് നിലനിൽക്കുകയും പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നൊരു ലോകവീക്ഷണം. ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും സങ്കീർണതകളെയും മനസ്സിലാക്കാൻ ഒരു പുതിയ വെളിച്ചം നൽകിയേക്കുമോ? ഒരുപക്ഷെ ജീവിതത്തിന്റെ പൂർണ്ണത കുടികൊള്ളുന്നത് ഈ വൈരുദ്ധ്യങ്ങളെ തള്ളിക്കളയുന്നതിലല്ല, മറിച്ച് അവയെ സമന്വയിപ്പിക്കുന്നതിലായിരിക്കാം. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കാൻ ഇതൊരു വിഷയമായിരിക്കട്ടെ.